ഹായ് നമസ്തേ. യെസ്, ഇന്ന് ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഐ ആം ഗോയിങ് ടു സ്പെൻഡ് എ ബ്യൂട്ടിഫുൾ ഡേ വിത്ത് മൈ ലിറ്റിൽ വൺ. സത്യത്തിൽ പറഞ്ഞാൽ ഇത് ഒരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഇതുപോലൊരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നു എന്ന്. പക്ഷേ പെട്ടെന്ന് തോന്നിയൊരു കാര്യമാണ്. ഇന്ന് എന്തായാലും ഞാനും മോനും വീട്ടിൽ തനിച്ചായിരുന്നു. അപ്പം നമ്മൾ തമ്മിലുള്ളൊരു ദിവസം, നമ്മൾ ഒരുമിച്ചുള്ളൊരു ദിവസം എങ്ങനെയാവും എന്നൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിൽ മിസ്സാണ്. അതായത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാവട്ടെ, രാവിലെയുള്ള കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ മിസ്സാണ് കേട്ടോ. എൻ്റെ മിക്ക ദിവസങ്ങളും കടന്നു പോകുന്നത് അത്യാവശ്യം ചില പ്ലാനുകളും അതുപോലെ ആവശ്യത്തിന് അടുക്കും ചിട്ടകളോടും കൂടിയാണ് കേട്ടോ. എന്നാൽ ഇന്ന് ഞാൻ എഴുന്നേറ്റ് വരുന്ന സമയത്ത് എൻ്റെ തലയിൽ യാതൊരുവിധ പ്ലാനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനും മോനും അടുക്കളയിൽ ഇരുന്ന് ചിന്തിക്കുകയാണ് ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യാം എന്നൊക്കെ. എൻ്റെ ചെറിയ മോൻ എന്നെ ചില കാര്യങ്ങളിലൊക്കെ സഹായിക്കാറുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് അടുക്കളയിൽ, അതുപോലെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, കൂടാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോഴേ ഞാൻ അതിനൊക്കെ ശീലിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം നാളത്തെ ജനറേഷൻ എന്താണ്, എങ്ങനെയാണ് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കുട്ടികൾക്കിപ്പോൾ നമ്മളുമായിട്ടുള്ള അടുപ്പം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അവർക്ക് ഏറ്റവും നല്ല കൂട്ട് ടി വിയും മൊബൈലൊക്കെയാണ്. അതിൽ നിന്നെല്ലാം അവരെ രക്ഷിക്കാൻ നമ്മൾ എത്രമാത്രം അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നോ അത്രയും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പേപ്പറിൽ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് വേർഡ്സും സെൻറ്റൻസും മാത്രമാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ഞങ്ങൾ കന്നഡയിലാണ് സംസാരിക്കുന്നതെങ്കിലും വീട്ടിലെല്ലാവർക്കും കന്നഡ എഴുതാനും വായിക്കാനും അറിയാമെങ്കിൽ പോലും എനിക്ക് അത് രണ്ട് കാര്യം അറിയില്ല. ഞാൻ നല്ല രീതിയിൽ കന്നഡ സംസാരിക്കും, പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഒരു വശവും ഇല്ല കേട്ടോ. ഈ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നത് നല്ല നല്ല കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. ഞാൻ അവൻ്റെ കുറേ കുറ്റങ്ങൾ പറയുമ്പോൾ അവൻ എന്നെയും കുറ്റപ്പെടുത്തുകയാണ്. ഈ പറഞ്ഞ് അവസാനം ഒരടിയുടെ വക്കത്തെത്തിയപ്പോൾ ഞങ്ങളത് നിർത്തിയെന്ന് മാത്രം. ഈ വീഡിയോയിലൊക്കെ കാണുന്നത് പോലെയല്ല കേട്ടോ ശരിയായ ജീവിതം എന്ന് പറയുന്നത്. ഇതിന് പിറകിൽ ഞങ്ങൾ അടികൂടാറുണ്ട്, വഴക്ക് പിടിക്കാറുണ്ട്, ഒത്തിരി ബഹളം വയ്ക്കാറുണ്ട്, കരയാറുണ്ട്. ഇതൊക്കെ നിങ്ങൾ കാണാറില്ലെന്ന് മാത്രം. ഒരു ഫിൽറ്റേർഡ് വേർഷനാണ് നിങ്ങളുടെ മുന്നിൽ എപ്പോഴും എത്താറുള്ളത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക്, എൻ്റെ ഫീലിങ്സിനൊക്കെ നല്ല റെസ്പെക്റ്റും അതുപോലെ തന്നെ ആക്സെപ്റ്റൻസും എൻ്റെ വീട്ടിലെല്ലാവരും എനിക്ക് തരാറുണ്ട് കേട്ടോ. അത് വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു. ഇന്ന് ലഞ്ചിന് ബിരിയാണിയാണ് കേട്ടോ. എനിക്കും മോനും ഒരുപോലെ ഇഷ്ടമുള്ള കാര്യമാണ് ഈ ബിരിയാണി. ഈ ഊണ് കഴിക്കുമ്പോഴും ഞങ്ങൾക്കിടയിൽ ഒരു വലിയ ഡിസ്കഷൻ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്നറിയാവോ? ഈ ഡൈനിങ് ടേബിളിൽ വരുന്ന സമയത്ത് മൊബൈൽ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത്. അതിനുവേണ്ടി ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ കഥകളൊക്കെ പറയേണ്ട അവസ്ഥ വന്നു. നമ്മൾ പണ്ട് കാലത്ത് ഊണ് കഴിക്കുന്ന സമയത്ത് ഈ മൊബൈലോ ടി വിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നമുക്ക് ഒത്തിരി കഥകളും നല്ല നല്ല കാര്യങ്ങളൊക്കെ അമ്മയോട് പറയാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് നമുക്കതിന് ആൻസർ ഉണ്ടായിരുന്നു അല്ലേ. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ ഊണ് അവസാനിപ്പിച്ചത്. ഉച്ചയൂണിന് ശേഷം എനിക്ക് കുറേ വരയ്ക്കാനും അത് ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ ഹെൽപ്പ് ചെയ്തത് മോൻ തന്നെയാണ്. അവന് കുറച്ച് മടിയാണെങ്കിലും എന്നെ സഹായിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു വീഡിയോ ചെയ്താലോ എന്ന്. അത് നിങ്ങൾക്കും കൂടെ കാട്ടിത്തരാം കേട്ടോ. ಮಕ್ಕಳು ಬಾ, ನೀನು ಕಾಣಿಸ್ಬೇಕಲ್ವಾ? ನಾನು ಕೆಲ ಕ್ವಶನ್ಸ್ ಹೇಳ್ತೀನಿ ಆಯಿತಾ? ಅಂದರೆ ನಾನು ಕನ್ನಡದಲ್ಲಿ ಮಾತಾಡ್ತೀನಿ. ಆವಾಗ ನೀನು ಅದಕ್ಕೆ ಮಲಯಾಳಂ ಬರೀಬೇಕು ಆಯಿತಾ? ಸೊ ಫಸ್ಟ್ ವರ್ಡ್ ಬಂದು ಅಕ್ಕಿ. ಮಲಯಾಳಂದಲ್ಲಿ ಏನು ಹೇಳ್ತೀಯ? ರೈಸ್, ಅರಿ. ಶೂಟ್ ಮಾಡ್ತಾ ಇದ್ದಾನೆ, ಹಂಗೆಲ್ಲ ಆಡಬಾರ್ದು. ತಪ್ಪಿದ್ರೂ ಪರವಾಗಿಲ್ಲ. ಆಮೇಲೆ ಹಲಸಿನ ಹಣ್ಣು, ಚಕ್ಕ, ಮತ್ತೆ ಗಾಳಿ, ಗೊತ್ತಿಲ್ಲ ಅಂದರೆ ಇಲ್ಲ ಅಂತ ಹೇಳು. ಇಲ್ಲ, കാറ്റ്. സോ ഞാനും മോനും സ്പെൻഡ് ചെയ്ത ഒരു നല്ല ദിവസത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് ഞാനിവിടെ കാട്ടിയിരിക്കുന്നത്. എനിവേ കൂടുതൽ നല്ല നല്ല കാര്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.